ഞങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? ഒന്ന്, വീടുകളോട് ചേർന്നുള്ള അലൈൻമെന്റിന്റെ പ്രശ്നം. രണ്ട്, പൈപ്പ് ഇടുന്നതിനുള്ള രാജ്യത്തെ നിയമപ്രകാരം 10% മാത്രമേ നഷ്ടപരിഹാരം ഭൂമി വിലയുടെ കിട്ടുകയുള്ളൂ. എന്നാൽ അവിടെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഭൂമിയുടെ വില സ്വാഭാവികമായിട്ടും കുറയും. അത് കണക്കിലെടുത്തുകൊണ്ട് ന്യായമായ വില കിട്ടണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ആലുവ പാലസിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ ഈ മണ്ഡലത്തെ ഇവിടെ പ്രതിനിധീകരിച്ചിരുന്ന ശ്രീ ഇബ്രാഹിം കുഞ്ഞ് ഉൾപ്പെടെയുള്ളവരെ ചേർന്ന് ചർച്ച നടത്തി. അതിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു, കേന്ദ്ര നിയമമാണ്, ഞങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല, 10% നൽകാൻ കഴിയുള്ളൂ. 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ കേന്ദ്ര നിയമം തന്നെ ഭൂമി വിലയുടെ 10%. ഭൂമി വില പക്ഷെ ആരാ നിശ്ചയിക്കുന്നത്? ഭൂമി വില സംസ്ഥാനമാണ്. അപ്പൊ ഭൂമിയുടെ വില തന്നെ കിട്ടാവുന്ന രൂപത്തിലുള്ള മാറ്റം വരുത്തി. അങ്ങനെയാണ് എല്ലാ ആളുകളും ഒരു തർക്കമില്ലാതെ പൈപ്പിടാൻ സമ്മതിച്ചത്. ന്യായമായ പ്രായോഗികമായ തീരുമാനം. അങ്ങനെയാണ് അതെല്ലാം വ്യക്തമാക്കിയതാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ, നിയമസഭയ്ക്കകത്ത് തന്നെ പറഞ്ഞു, ഞാൻ വിദ്യാഭ്യാസ മന്ത്രി അവനവനൊന്നും ഞാൻ വിളിച്ചിട്ടില്ല. ഇതെല്ലാവരുടെ കയ്യിലിരിക്കില്ല അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ പറയുന്ന ആളും ഈ പറയുന്ന ആളും രണ്ട് വി.ഡി. സതീശനാണോ? എന്തിനാ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഇതെല്ലാം വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? സ്പ്രിംഗ്ലറിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഞാൻ കേസ് കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ കേസ് കൊടുത്ത് ചെന്നിത്തലയാണല്ലോ. അപ്പോൾ അദ്ദേഹം കേസ് കൊടുത്ത K4-നകത്തല്ലേ ഹൈക്കോടതി ചോദിച്ചത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഏതൊരു ചീഫ് ജസ്റ്റിസ് എന്തോ പറഞ്ഞു എന്നാണ്. അപ്പൊ കോടതിയിൽ തനിക്ക് ഇഷ്ടമല്ലാതെ വരുമ്പോ അങ്ങനെയാണോ പരാമർശിച്ചത്? ആ കേസ് തള്ളിയില്ലേ? AI ക്യാമറ ഒരു തെളിവും ഹാജരാക്കാൻ, ഇത്രയും വലിയ ഇതിനകത്ത് ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാത്ത വിധം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് വിധിക്കകത്ത് എഴുതി വെച്ചില്ല. അദ്ദേഹത്തിന്റെ കേസല്ലേ? ഒരു യുവ സംരംഭകൻ വന്നപ്പോൾ ഓട്ടോറിക്ഷക്കാരന്റെ ഡ്രൈവറിനാണ് ഷെയർ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചില്ലേ? സ്പ്രിംഗ്ലർ ഇപ്പോ ഇവിടെ ഡൽഹിക്ക് അടുത്ത് വലിയ തോതിലുള്ള സംവിധാനം തുടങ്ങിയില്ലേ? 26,000 കോടി ഷെയറുള്ള ആസ്തിയുള്ള സംവിധാനമായി സ്പ്രിംഗ്ലർ വളർന്നില്ല. മലയാളിയുടെ ഇവിടെ തുടങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വിവാദമുണ്ടാക്കിയ ആളുകളല്ലേ? അതേപോലെ തന്നെ നിയമസഭയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒന്നും അനങ്ങിയില്ലല്ലോ. ഹരിത MLA-മാർ അന്ന് പറഞ്ഞു ഈ ഇൻവെസ്റ്റ് സമ്മിറ്റിൽ വന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. എന്റെ കയ്യിലെല്ലാം ബ്ലോഗ് ഇരിക്കല്ലേ അദ്ദേഹം എഴുതിയതെല്ലാം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കുറച്ച് നാളെ വല്ലാതെ നിലമറന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളല്ലേ ഇത് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, എല്ലാം എല്ലാവരുടെ കയ്യിൽ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നു. ഒരു വശത്ത് പ്രത്യേകമായൊരു പരിവേഷം, മറുവശത്ത് ഈ മാധ്യമ പരിലാളനകളിലൂടെയുള്ള ഒരു ഊതിവെറുപ്പിക്കലാണെന്നുള്ളതാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾ, ഒരു ചുമതലയിൽ വഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോ നിങ്ങളുടെ മുൻപിൽ ഈ വീഡിയോകൾ വച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്തായാലും ചിലത് കയ്യിലുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് നിയമസഭയിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാം, പുറത്ത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നിയമസഭയിൽ ഇത് പറയുമ്പോൾ നിശബ്ദനായി കേട്ടിരിക്കുകയും പുറത്തു വന്നിട്ട് നിങ്ങളാരും ചോദിക്കില്ല എന്ന നല്ല ധൈര്യമുള്ളതുകൊണ്ട് ഇത്തരം നുണകൾ, പച്ച നുണ തന്നെ, നിയമസഭയ്ക്കകത്ത് നുണ എന്ന് പറയാൻ പറ്റില്ല, വസ്തുതാ വിരുദ്ധം എന്നേ പറയാൻ പറ്റുള്ളൂ. പുറത്തു പറയുന്നതിൽ തെറ്റില്ല. അതിങ്ങനെ പറയുന്ന രീതി അത് അദ്ദേഹം തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇന്നത്തെ കാലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയാണോ, കാലഹരണപ്പെട്ട ഒരു രീതിയല്ലേ അദ്ദേഹം പിന്തുടരുന്നതെന്ന് അദ്ദേഹം തന്നെ നോക്കണം. അത് ഗൗരവമായ പ്രശ്നമാണ്. തനിക്ക് ഇഷ്ടമില്ലാത്ത ഓപ്പൺ കോർട്ടിൽ പറയുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ വന്നിരിക്കുന്നു. അത് വെച്ചിട്ടല്ല എന്തെല്ലാം വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു ഇവിടെ ഇവര് തന്നെ. അപ്പോ ഓപ്പൺ കോർട്ടിന് നീതിന്യായ സംവിധാനത്തെ പരസ്യമായി ഇങ്ങനെ അധിക്ഷേപിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവിന് എങ്ങനെ കഴിയുന്നു? അത് ഗൗരവമായ കാര്യം തന്നെ ജുഡീഷ്യറി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ അടുപ്പില്ലായ്മല്ലോ പ്രശ്നം. നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു, രാജ്യം എങ്ങോട്ട് പോകുന്നു? ഇവിടെ എങ്ങാനും ഒരു പരിശോധന നടത്തിയാൽ നിങ്ങളൊരു മാസം ആഘോഷിക്കുമായിരുന്നില്ലേ? വെറും ഒരു പരിശോധനയ്ക്ക് ആരെങ്കിലും പോയാൽ വ്യവസായികളാകെ പോകുന്നു എന്നല്ലേ പറയുക. ഇതെനിക്കോട് ന്യൂസ് അവറൊന്നും ചർച്ച ചെയ്തതായിട്ട് കണ്ടില്ല. ഇന്നലെ ആയതുകൊണ്ടായിരിക്കും, ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യുമായിരിക്കും. IT റെയ്ഡിനിടയിൽ നമുക്ക് അതിന്റെ മറ്റു വിശദാംശങ്ങൾ അറിയില്ല. ഒരു ആൾ വളരെ കേരളത്തിൽ നിന്ന് വളർന്ന് കേരളം, ബാംഗ്ലൂര്, കർണാടക, മറ്റു പ്രദേശങ്ങൾ, വിദേശത്തേക്ക് ഉൾപ്പെടെ വ്യവസായം വിപുലപ്പെടുത്തിയ ഒരാൾ റെയ്ഡിനിടയിൽ സ്വയം വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. അത് അതീവ ഗൗരവമായ കാര്യമല്ലേ? ഇത്തരം കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മുടെ വ്യവസായികളെ കൊണ്ടുപോകുന്ന രീതി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കല്ലേ? ഒന്നുകിൽ ബോണ്ടിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ജയിലിൽ പോകുക, അല്ലെങ്കിൽ പിന്നെ BJP ചേരാ, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ ജീവൻ ഒടുക്കുക എന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് അതീവ ഗൗരവമായ കാര്യമാണ്.
എന്തായാലും അദ്ദേഹത്തിന്റെ മരണം ഏറെ ഞെട്ടലുളവാക്കുന്നതാണ്, അപ്രതീക്ഷിതമാണ്. നല്ല രീതിയിൽ ചെറുതിൽ നിന്ന് വളർന്ന് ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് പോയിരുന്നതാണ് ആത്മസംഘർഷത്തിലേക്കും സമ്മർദ്ദത്തിലേക്കും നയിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരനും മറ്റു ബന്ധുക്കളും പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടതുണ്ട്. അത് ഗവൺമെന്റ് നടത്തണം. അല്ലെങ്കിൽ ഇത്തരം കേസുകൾ ഈ PLI ആക്ടിന് സവിശേഷമായ അധികാരമുള്ളത് അതിപ്പോൾ റിവ്യൂ ചെയ്യുന്നുണ്ട് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളിലൂടി ഒരു സുവമോട്ടോ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഒരു കാര്യം പറയാം, അതുകൂടി പറഞ്ഞേക്കാം. എറണാകുളം ജില്ലയില് എറണാകുളം ജില്ലയിലും മറ്റ് ജില്ലകളിലൊക്കെ ഉയർന്നു വന്ന ഒരു പ്രശ്നമാണ് വേലിയേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. അതിൽ ഈ ജില്ലയുടെ പല ഭാഗങ്ങളിലും വേലിയേറ്റത്ത് നഗരങ്ങളിൽ ഉൾപ്പെടെ എറണാകുളം നഗരത്തിൽ ഉൾപ്പെടെ വെള്ളം കയറുന്നു. എടക്കൊച്ചി, പറവൂർ, വൈപ്പിൻ ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഈ വേലിയേറ്റത്തിന്റെ ഒരു പ്രശ്നം അതീവ ഗൌരവമായിട്ട് വരികയുണ്ടായി. അതിനെ തുടർന്ന് ഞാൻ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചനുസരിച്ചൊരു യോഗം ഇവിടെ എറണാകുളത്ത് വിളിച്ചു ചേർത്തിരുന്നു. അതിനകത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രതിനിധികളുണ്ടായിരുന്നു, ഇറിഗേഷൻ, വാട്ടർ അതോറിറ്റി, മുനിസിപ്പൽ, MLA മാർ എല്ലാവരും പങ്കെടുത്ത യോഗമായിരുന്നു. ആ യോഗം അടിയന്തരമായി ഇറിഗേഷൻ ഏറ്റെടുക്കേണ്ട ചില പ്രവർത്തനങ്ങൾ അന്ന് തീരുമാനിക്കുന്നതോടൊപ്പം ഇത് സംസ്ഥാന തലത്തിലുള്ള പ്രകൃതി ദുരന്തമായി ഡിക്ലെയർ ചെയ്താൽ മാത്രമേ ഇതിന്റെ ഭാഗമായിട്ടുള്ള ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് ഗവൺമെന്റിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകാൻ കഴിയൂ എന്ന് കാണുകയുണ്ടായി. അതുകൊണ്ട് ആ യോഗം അന്ന് ഈ കാര്യം സംസ്ഥാന പ്രകൃതി ദുരന്തത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ എല്ലാ പരിശോധനയും ദുരന്ത നിവാരണ വകുപ്പ് നടത്തി. അവരുടെ ശുപാർശ മന്ത്രിസഭയുടെ മുൻപിൽ വന്നു. മന്ത്രിസഭ അത് അംഗീകരിച്ചു. അപ്പോൾ വേലിയേറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, വീടുകളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, അതിനെല്ലാം പ്രകൃതി ദുരന്തത്തിന്റെ കാറ്റഗറിയിൽ നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം ക്യാബിനറ്റ് സ്വീകരിച്ചു. അതിന്റെ തുടർച്ചയായിക്കൊണ്ടിപ്പോൾ ഗവൺമെന്റ് ഉത്തരവും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.